നമസ്കാരം. ഞാൻ ഡോക്ടർ നിഖിൽ ജോസഫ്, പീഡിയാട്രീഷ്യൻ മാതാ മെഡിക്കൽ. ഇന്ന് കേരളത്തിലെ കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നത്തെ പറ്റി പറയാം. അനീമിയ അല്ലെങ്കിൽ വിളർച്ച. നിങ്ങളുടെ കുട്ടിക്ക് എപ്പോഴും ക്ഷീണം തോന്നാണ്, കളിക്കാൻ ഉത്സാഹക്കുറവുണ്ട്, ഭക്ഷണത്തോട് വിരക്തിയാണ്, എപ്പോഴും തലചുറ്റൽ പറയുന്നുണ്ട്, അല്ല മണ്ണ്, ചോക്ക് മുതലായ വസ്തുക്കൾ തിന്നാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങൾ ഒരു പക്ഷേ ശരീരത്തിൽ അയണിന്റെ കുറവ് കാരണമുള്ള അനീമിയ ആയിരിക്കാം. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഈ രോഗം കണ്ടുപിടിക്കുവാനും ഡോക്ടർക്ക് പിന്നീട് അതിന്റെ അയൺ ട്രീറ്റ്മെന്റ് തുടങ്ങാനും സാധിക്കുന്നതാണ്. ഇനി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാം. അയൺ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക. ഇത് പച്ച ഇലക്കറികളായ മുരിങ്ങയില, ചീര മുതലായവ. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, മുട്ട, മാംസ്യം, മീൻ എന്നിവയൊക്കെ കൊടുക്കാം. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച്, നാരങ്ങ, പേരയ്ക്ക എന്നിവ കൊടുക്കുന്നത് അയൺ അബ്സോർപ്ഷന് സഹായിക്കുന്നതാണ്. പാൽ അധികമായി കൊടുക്കരുത്. ദിവസത്തിൽ 2 ചെറിയ ഗ്ലാസ്, ഏകദേശം 500 മില്ലി പാൽ മതിയാകുന്നതാണ്. ഭക്ഷണത്തോടൊപ്പം ചായ, കാപ്പി മുതലായവ കൊടുക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ സ്കൂളുകളിൽ കൂടിയും അംഗൻവാടിയിൽ കൂടിയും വിതരണം ചെയ്യുന്ന അയൺ സപ്ലിമെന്റ്സ് നിങ്ങളുടെ കുട്ടിക്ക് ആഴ്ചയിൽ ഒരിക്കൽ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ വർഷത്തിൽ 2 പ്രാവശ്യം കുഞ്ഞിന് വിരമരുന്ന് നൽകേണ്ടതാണ്.